സന്തോഷത്തിൽ ബുരി സൈമൺ വീണ്ടും മല കയറാൻ തുടങ്ങി. അപ്പോ വീണ്ടും വഴിയിൽ ഒരു പെൺകുട്ടി കരയുന്നത് കണ്ടു. അവൻ തേങ്ങായത് കൊണ്ട് ആ പെൺകുട്ടിയെയും അവഗണിച്ചു പോകാൻ ശ്രമിച്ചു. എന്താ എന്താ പറ്റിയത്? എന്റെ ബോസ് ഡോക്യുമെന്റിന്റെ ഒരുപാട് കോപ്പി എടുക്കാൻ പറഞ്ഞു. പക്ഷേ ഈ മെഷീൻ കേടായി. ഓ, അതാണോ കാര്യം? മെഷീൻ നന്നാക്കാൻ അറിയായിരുന്ന ബുരി സൈമൺ അത് റെഡിയാക്കി. വളരെ നന്ദിയുണ്ട്. ഇത് റെസ്റ്റോറന്റിന്റെ 50% കൂപ്പൺ കാർഡാണ്. വളരെ നന്ദി. അങ്ങനെ കൂപ്പൺ കിട്ടിയ ബുരി സൈമൺ സന്തോഷവാനായി. എന്താ പറ്റിയത്? എനിക്ക് വയറ് വേദനിക്കുന്നു. അത് ശരിയാക്കിയാ നീ എനിക്ക് എന്ത് തരുമെന്ന് പറ. അതിന് പകരം നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. എന്നോട് ക്ഷമിക്കണം. എങ്കിൽ നീ എവിടെ ഇരുന്നോളൂ. എനിക്കിപ്പോ സഹായിക്കാൻ തീരെ നേരമില്ല. എന്തെങ്കിലും പ്രതിഫലം കിട്ടാതെ ഞാൻ ആരെയും സഹായിക്കാറില്ല. വെറുതെ എന്റെ സമയം കളയാനായിട്ട് ഓരോന്ന് വന്നോളൂ. അങ്ങനെ ബുരി സൈമൺ വളരെ ഡിജിറ്റൽ നടക്കുകയായിരുന്നു. അപ്പോൾ അവൻ ഒരു മെഡിക്കൽ ഷോപ്പ് കണ്ടു. ഇതെടുത്തിട്ട് വയറുവേദനയ്ക്കുള്ള മരുന്ന് തരൂ. ഇത് കഴിച്ചോളൂ. പിന്നീട് നോക്കുമ്പോൾ ബുരി സൈമൺ ആ മലയുടെ ഉച്ചിയിലായിരുന്നു. ഓ, എനിക്കിതുവരെ നിധിയൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാലും എന്റെ ടിക്കറ്റും എന്റെ ഡിസ്കൗണ്ട് കൂപ്പണും എനിക്ക് നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വളരെയധികം നന്ദി. നിങ്ങൾ ചെയ്ത സഹായത്തിന് നന്ദി. നിങ്ങൾക്ക് നന്ദിയുണ്ട്. അതെ, അത് തന്നെയാണ് നിധി. ബുരി സൈമൺ മനസ്സിൽ ഒരുപാട് നിധിയെ കൊണ്ടാണ് അവിടെ നിന്ന് പുറപ്പെട്ടു പോയത്. ബുരി സൈമൺ ഒരുപാട് ആളുകളെ സഹായിച്ചു. അങ്ങനെ അയാൾ എല്ലാവരുടെ മനസ്സിലും ഒരു ഹീറോയായി മാറി. എല്ലാരും സന്തോഷത്തോടെ ജീവിച്ചു. നിങ്ങൾ വലിയവനാണ്. അതെ, നീയും. ഓ